everyone, welcome back to my YouTube channel Life and Living. So guys, in the video day vannekkaanu ഞാൻ കുറച്ച് അതായത് ഇപ്പോൾ ഇച്ചിരി വീഡിയോസ് ഒക്കെ ഇടാൻ ഇച്ചിരി ലാഗ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ജർമ്മൻ റിലേറ്റഡ് കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടതിന് കുറച്ചൊരു ടൈം എടുക്കാൻ കാര്യം ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പഠിച്ചിട്ട് തന്നെ ഞാൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ റഷൊക്കെ ആയതുകൊണ്ടാണ്, നമ്മൾ ഓൺലൈൻ ബാച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് ലേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഓഗസ്റ്റ് 11, 12 അതേപോലെ 21, 22 ഒരുപാട് B2 എക്സാംസ് കൊച്ചി ട്രിവാൻഡ്രമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ അതിനേക്ക് പറ്റുന്ന രീതിയിലൊക്കെ റിപ്ലൈസ് തരാറുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഡൗട്ട്സുകളോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു Q&A മാതിരി, അതായത് ജർമ്മൻ റിലേറ്റഡ് Q&A മാതിരി ഒരു വീഡിയോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം എന്ത് റിലേറ്റഡ് ജർമ്മൻ റിലേറ്റഡ് എക്സാംസ് ആയിട്ടോട്ടെ, A1, A2, B1, B2 എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ എക്സാം ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ പറ്റുന്ന അത്രയോളം പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കിങ്ങിന്റെ ടിപ്സ് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മെയിൻലി 3 ടൈലാണ് വരിക. ഒന്ന് തേമ, ഒന്ന് ഫ്രാഗെ, ഒന്ന് ഡിസ്കസ്യോൺ. അപ്പൊ ഞാൻ അതിൽ എങ്ങനെയാണ് തേമയുടെ കാര്യങ്ങളും എങ്ങനെ തേമ പ്രാക്ടീസ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡിസ്കസ്യോണിനെയും പറഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ അധികം പുഷ് ചെയ്ത് പറയാനൊരു കാര്യമായിരുന്നു ഫ്രാഗെ ചോദിക്കുന്നത്. അപ്പൊ ഫ്രാഗയുടേത് എങ്ങനെ ചേച്ചി ഫ്രാഗെ ചോദിക്കുക, ഫ്രാഗയ്ക്ക് എന്തെങ്കിലും രീതിയുണ്ടോ, ടിപ്സ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, അതും കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഫ്രാഗയ്ക്കായിട്ട് ഇന്ന ടിപ്സ് അല്ലെ ഫ്രാഗ് ഇങ്ങനെ ചോദിക്കുക, എല്ലാ ഫ്രാഗ് ഇങ്ങനെ ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മെയിൻലി എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇതൊരു ടിപ്പ് രീതിയിലല്ല, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. മെയിൻലി നമ്മളൊരു ഫ്രാഗെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തേമ നല്ല രീതിയിൽ വലിച്ചു വാരി നല്ല രീതിയിൽ പറഞ്ഞാലും നമ്മൾ ഫ്രാഗെ ചോദിക്കുന്നതിൽ ഒട്ടും നമ്മൾ ഫ്രാഗെ നല്ല വൃത്തിക്ക് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ മാർക്ക് പറയാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. കാരണം ഈ ഫ്രാഗെ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കസ്യോൺ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം നമ്മൾ സ്പോണ്ടാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. തേമ മിക്കവാറും നമ്മൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തേമയായിരിക്കാം, നമ്മളത് കാണാപ്പാടം പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അവർ തേമ നിങ്ങൾ ഭയങ്കര രീതിയിൽ പറഞ്ഞു നിർത്തും, അതിന് ഭയങ്കര മാർക്കില്ല. ഡിസ്കസ്യോണും അതേപോലെ നിങ്ങൾ ചോദിക്കുന്ന ഫ്രാഗയ്ക്കും ആയിരിക്കും കൂടുതൽ മാർക്ക് വരിക. അതൊന്നും കൂടി നിങ്ങൾ സ്പോണ്ടാനായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഫ്രാഗയ്ക്ക് ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോവരുത്. പക്ഷെ ഫ്രാഗ എന്ന് പറയുന്നത് നമുക്ക് അപ്പൊ തന്നെ സ്പോണ്ടാനായിട്ട് ചോദിക്കാവുന്ന, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോയി നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പൊ എങ്ങനെ ഫ്രാഗ് ചോദിക്കാമെന്നുള്ളതിൽ ആദ്യമേ ഞാൻ പറയാം, നമ്മൾ എന്തായാലും ഒരു പാർട്ട്ണർ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ പാർട്ട്ണർ ഇപ്പൊ നമ്മളല്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന, പാർട്ട്ണറോടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ തേമ പറയുന്നതെങ്കിൽ ആ പാർട്ട്ണർ തേമ പറയുന്ന കണ്ടന്റ് വെച്ചായിരിക്കണമല്ലോ നമ്മൾ ഫ്രാഗ് ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് പൊതുവെ പറ്റുന്ന ഒരു കാര്യം, അടുത്ത നമ്മളായതുകൊണ്ട് നമുക്ക് നമ്മുടെ ടെൻഷനും കാര്യങ്ങളും നമ്മുടെ തേമ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതൊക്കെയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. ഇപ്പുറത്തിരിക്കുന്ന പാർട്ട്ണർ നമ്മുടെ തേമ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാർട്ട്ണർ എന്താ പറയുന്നതെന്നും അതേപോലെ ആ പ്രസന്റേഷൻസ് നല്ല ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കേൾക്കണം. ആള് പറയുന്ന കണ്ടന്റ് മനസ്സിലാക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. ജസ്റ്റ് ആളുടെ ടോപ്പിക് എന്നാ, ഓക്കെ ആളുടെ ടോപ്പിക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യണം, സ്ട്രെസ് അബൗവനാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ അത് നോക്കേണ്ട, അത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിക്കരുത്. അപ്പൊ നമുക്ക് അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് കണ്ടന്റ് ഒന്നും അറിയാം, ജസ്റ്റ് സ്ട്രെസ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ചോദിക്കുക. ആ ക്വസ്റ്റ്യന് വലിയൊരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ വലിയൊരു കണ്ടന്റോ ഒന്നും ക്വസ്റ്റ്യനിൽ കാണില്ല. അതേസമയം നമ്മൾ ആള് പറഞ്ഞ എന്താന്ന് ഫുള്ളി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കണ്ടന്റ് രീതിയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ആള് പറയുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ ആ സംസാരിച്ച് വരുമ്പോൾ തന്നെ അതിൽ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ബെറ്ററും ആ ആള് പറഞ്ഞ കണ്ടന്റിനോട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ആ ചോദ്യം കേൾക്കുമ്പോഴേ പ്രൂഫറിന് മനസ്സിലാവും നിങ്ങൾ ആ ആളുടെ പറയുന്നത് കേട്ടിരുന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നതാന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് മാർക്ക് കൂടുമായിരിക്കും ചെയ്യാം. അതല്ല നമ്മളിപ്പോ ചിലപ്പം ഇപ്പൊ ഞാനാണ് പാർട്ണർ, ഞാനും വേറൊരാളും കൂടിയാണ് ഇരിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ മറ്റേ ആൾ സംസാരിച്ചപ്പോൾ അയാൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇപ്പൊ സ്ട്രെസ് അബോവനാണെങ്കിൽ പുള്ളി പറഞ്ഞു ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുക സോഷ്യൽ മീഡിയ ആയിരിക്കും, കാരണം ഒന്നും കൂടി അഫോർഡബിൾ ആണ്. ഞാൻ എപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആവാറുണ്ട്, അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഞാൻ യൂസ് ചെയ്യാതാന്നൊക്കെ പറഞ്ഞ ആളുടെ ഒരു പേഴ്സണൽ എർഫാറിനൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്നും അടുത്തായിരിക്കുന്ന ഓപ്പോസിറ്റ് ആളാവൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഓക്കെ ആളുടെ സ്ട്രെസ് അബോവനാണെന്ന് ഞാൻ കേട്ടായിരുന്നു, ഞാൻ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് ഏത് മെത്തേഡ് ചൂസ് ചെയ്യും, നിങ്ങൾക്ക് വല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ മെത്തേഡ് ചൂസ് ചെയ്യാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? ഒരു കാര്യം ഉണ്ടാവില്ല, അതൊരു സില്ലി ക്വസ്റ്റ്യൻ ആയി മാറും. കാരണം എന്താന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ നമ്മൾ ആ ആൾ ഓൾറെഡി എന്തായിരിക്കും അതിനെക്കുറിച്ച് വിസ്തരിച്ച് ആ തേമയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അയാൾ ഏതാണ് ചൂസ് ചെയ്യാൻ നമ്മൾ ചോദിക്കുന്നതിൽ കാര്യം ഉണ്ടാവില്ല. അതേസമയം അത് ഫുള്ളി കേട്ടിരുന്നിട്ട് അയാൾ അങ്ങനെ അയാളുടെ പേഴ്സണൽ ചോയ്സോ മെമ്മറി സ്റ്റേറ്റ്മെന്റോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. പക്ഷെ ഓൾറെഡി അയാൾ അതിനകത്ത് അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞ ഏതാണ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ആള് ആ മെമ്മറി സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതൊരു അൺവാണ്ടഡ് സില്ലി ക്വസ്റ്റ്യൻ ആയി മാറും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ അത് മാക്സിമം കേട്ടിരുന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്ന നമ്മൾ ഓർക്കും, ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതായത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇന്ന മെമ്മറി സ്റ്റേറ്റും പറഞ്ഞു, ആ മെമ്മറി സ്റ്റേറ്റ് ഇന്ന ഫോട്ടോയിൽ നാക്ടയിൽ ഉണ്ട്, അപ്പൊ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ കുറെ പേര് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അതായത് ഞാനും ആദ്യം ഓർത്തോണ്ടിരുന്നത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അത് കുറച്ച് വലിച്ചു നീട്ടിയൊക്കെ ചോദിച്ചാലാണ് മാർക്ക് വീഴുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു ആദ്യം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിലൊരു കാര്യമില്ല. നിങ്ങൾ ആദ്യം കുറെ സെന്റൻസുകൾ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവസാനം ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ചില പ്രൂഫേഴ്സ് തന്നെ പറയും ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് പറഞ്ഞത്, തേമ പ്രസന്റ് ചെയ്യാനല്ല എന്ന് ചിലർ ഡയറക്റ്റ്ലി എടുത്ത് പറയുന്നവരുണ്ട്. അതായത് എന്റെ പാർട്ട്ണറോട് അങ്ങനെ എന്റെ പ്രൂഫർ പറഞ്ഞായിരുന്നു. അതായത് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് നമ്മളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കണ്ടന്റ് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അല്ല അതിനെക്കുറിച്ച് നമ്മൾ കുറെ കാര്യം ആ ടോപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ട് അവസാനം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സംസാരിക്കും കുറെ ഗ്രാമാറ്റിക്സ് ആഡ് ആക്കിയിട്ട് ഒന്നിട്ട് ഒരു കാര്യമില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ കുറച്ച് അത്യാവശ്യം ഗ്രാമാറ്റിക്കും കാര്യങ്ങളും കണ്ടന്റും ഒക്കെ ആഡ് ആക്കി ചോദിക്കുക എന്നുള്ളതാണ് വരിക. നിങ്ങൾ അതായത് ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല. ഓക്കെ, 1-2 സെന്റൻസ് നിങ്ങൾക്ക് പറയാം എന്താണ് നിങ്ങൾ ഈ ഒരു മെമ്മറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ചോദിക്കാം. അപ്പൊ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലേക്കാണ് നിങ്ങൾ ഗ്രാമാറ്റിക്സും കണ്ടന്റും ആഡ് ചെയ്യേണ്ട. അല്ലാതെ ആദ്യം കുറെ സെന്റൻസുകൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അതൊരു ബെറ്റർ ക്വസ്റ്റ്യൻ ആവില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയിട്ടും അതേപോലെ തന്നെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്ക് വീഴും. അല്ലാതെ ഒരുപാട് നിങ്ങൾ അതിന് മുമ്പ് കുറെ സെന്റൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ തന്നെ പറയും തേമ പ്രസന്റ് ചെയ്യാനല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്, ഡയറക്ട്ലി ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പ്രൂഫർ പറയും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയും, അല്ലെങ്കിൽ നമുക്കൊരു ബാരടിക്കുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഇതെങ്ങനെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അതായത് കുറെയൊക്കെ നിങ്ങൾക്ക് അതായത് നമുക്ക് ഒരിക്കലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന്. കാരണം ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓപ്പോസിറ്റ് ആള് പറയുന്ന കണ്ടന്റ് ബേസ് ആയിരിക്കണം എന്നുള്ള മാത്രമാണ് ഒരു ഇത് വരുന്നത്. അതനുസരിച്ച് ഒരു ബെറ്റർ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള ഒരു വലിയൊരു ആധികാരികമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നൊന്നും ഒരു കാര്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൽ അത്യാവശ്യം അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആയാൽ മതി. ചില സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആയിരിക്കും, പക്ഷെ അത് നല്ലൊരു ക്വസ്റ്റ്യൻ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രൂഫർ തന്നെ പറയും വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. അപ്പോഴും നിങ്ങൾ ബാഡ് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ആള് എന്നോട് ഒന്നും കൂടി ചോദിക്കാൻ പറഞ്ഞോണ്ട് എന്റെ മാർക്ക് കുറഞ്ഞു എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട. നിങ്ങളൊരു ബെറ്റർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കുക. ചോദിച്ച കൊള്ളൂല്ലെന്ന് തോന്നുവാണെങ്കിൽ അവർ പറയും, ചേഞ്ച് ആക്കാൻ പറയും. അവരങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആലോചിച്ചൊരു നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്റെ കയ്യിൽ ഈ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല എന്നുള്ള രീതി ഇരിക്കരുത്. അതാണ് വരിക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയില്ല. നിങ്ങൾ തീരെ മോശം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ അവർ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയില്ല. അവർ ഓക്കെ മാർക്ക് കുറയ്ക്കുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻ ഓക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ബെറ്റർ അല്ലെങ്കിൽ അവർ തന്നെ പറയും വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അത് ചാടിക്കയറി ചോദിക്കണമെന്നില്ല. ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഒരു ചോദ്യം ചോദിക്കുക. അതാണ് വരിക. അതേപോലെ തന്നെ എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ കണ്ടന്റ് റിലേറ്റഡ്. അതിന് കണ്ടന്റ് റിലേറ്റഡ് ആണെങ്കിൽ ജസ്റ്റ് തേമ ടോപ്പിക്ക് കേട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആ തേമ ആള് പ്രസന്റ് ചെയ്യുന്ന കേട്ടാലാണ് നിങ്ങൾക്ക് കണ്ടന്റ് റിലേറ്റഡ് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുക. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ശീലിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടോപ്പിക് ഒരു തേമ ടോപ്പിക് പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് ഒരു സ്ട്രെസ് അബോവൻ ആയിക്കോട്ടെ, നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അതിൽ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു നിങ്ങൾ പറഞ്ഞ കണ്ടന്റ് വെച്ച് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ എന്നോട് ആ ഒരാൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ, അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു ആൻസറും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തേമ പ്രസന്റ് ചെയ്യുമ്പോൾ പഠിക്കും. അതോടൊപ്പം നിങ്ങൾ അതിന്റെ ആൻസർ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ പ്രിപ്പയർ ചെയ്തോ. നിങ്ങളോട് ഓപ്പോസിറ്റ് ഉള്ള ആൾ ആ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചോദിക്കുക. എന്നാലും നിങ്ങൾ ആൻസർ എങ്ങനെ പറയണം എന്നുള്ളൊരു രീതിയും കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഏതൊരു തേമ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു തേമ നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും, ഇപ്പൊ നിങ്ങൾ എക്സാം എടുത്തിരിക്കുകയാണ് എല്ലാ തേമയും പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലേ ഓരോ തേമ എടുക്കുക, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അത് ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആണ് എന്ത് ഉത്തരം പറയുന്നുള്ളത് ഒരു ഉത്തരവും കൂടി കണ്ടെത്തുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഉത്തരം ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോരാൻ പറ്റും. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഒക്കെ കൂടിയാണ് ചെയ്യുന്നത്, നിങ്ങൾ സ്പീക്കിംഗ് ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു പാർട്ണറായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് തേമ പ്രസന്റ് ചെയ്ത് മാത്രം പോകാതെ സ്പീക്കിംഗ്, അതായത് ഫ്രാഗയും കൂടി ചോദിച്ചു പോകുക. നിങ്ങൾ അതൊന്നും പ്ലാൻ ചെയ്യുമോ, ഒന്നും എഴുതി ഒന്നും വെക്കണ്ട. ഇപ്പുറത്തെ നിങ്ങളുടെ കൂട്ടുകാർ എന്താണ് ഒരു തേമ പറയുമ്പോൾ അത് റിലേറ്റഡ് നിങ്ങൾ സ്പോണ്ടാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, മറ്റേ ആളും അതുപോലെ ചോദിക്കുക. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഉത്തരം പറയാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാഗയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെ ഫ്രാഗ എങ്ങനെ ചോദിക്കണം, ഫ്രാഗയെ ബേസ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതേപോലെ മ്യോഗുലിസ്കേറ്റിംഗ് സ്പീക്കിംഗിൽ തേമ പ്രിപ്പയർ ചെയ്ത് മ്യോഗുലിസ്കേറ്റിംഗ് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് പ്രൂഫർ ചോദിക്കുന്നതിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രൂഫർ 1, 2, 3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക. അത് കേട്ടും നിങ്ങൾ ബാഡ് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം പറയുന്നുണ്ട്, അപ്പൊ നിങ്ങളോട് എത്രത്തോളം നിങ്ങളെ കൊണ്ട് നന്നായിട്ട് പറയിപ്പിക്കാൻ പറ്റുമെന്നറിയാനായിരിക്കും ചിലപ്പോൾ അവർ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിന് എന്നോട് മാത്രം പാർട്ണറോട് അധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, എന്നോട് പ്രൂഫർ 2, 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്ക് ബാഡ് ആവുക, കോൺഫിഡൻസ് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്തോരം പറയും, എന്തോരം നമുക്ക് ഇനി മാർക്ക് ഇട്ട് തരാൻ പറ്റുമെന്ന് അറിയാനായിരിക്കും അവർ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അങ്ങനെ രീതി വെച്ചാൽ മതി. ഒരിക്കലും പ്രൂഫർ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കോ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കാൻ പറയുന്നതൊന്നും ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീക്കിങ്ങിന് നിങ്ങൾ അളക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലതായിട്ട് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഇനിയും പറയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി അതനുസരിച്ച് അവർ ചോദിക്കുന്നതായിരിക്കും. ഓരോ പ്രൂഫറും അവരുടെ രീതിയിലായിരിക്കും ഓരോ മാർക്കും കാര്യങ്ങളും ഇടുന്നത്. അപ്പൊ അത് വെച്ച് ബാഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഉടനെ തന്നെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. എക്സാം എഴുതാൻ പോണ എല്ലാവർക്കും എന്റെ ഓൾ ദ ബെസ്റ്റ്. അതേപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ എന്താണെങ്കിലും ഒരു വീഡിയോ Q&A, ജർമ്മൻ റിലേറ്റഡ് Q&A ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടും അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ഫൺ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.